ഹായ് കൂട്ടുകാരെ, ചുരിദാർ കട്ടിങ്ങിൻ്റെ പാർട്ട് 1 ടോപ്പ് കട്ടിങ്ങും അതുപോലെ തന്നെ അതിൻ്റെ ലൈനിങ്ങും എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നുള്ളത് ബിഗിനേഴ്സിന് വേണ്ടി വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. എല്ലാവരുടെ അടുത്തും നല്ല റെസ്പോൺസാണ് കിട്ടിയത്. താങ്ക് യു. ഇന്നതിൻ്റെ സ്ലീവ് ആൻഡ് നെക്ക് കട്ടിംഗ് ആണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ തുണി 4 മടക്കി ഇട്ടിട്ടുണ്ട്. നമുക്ക് ഒരു ലൈൻ ചെയ്ത് കൊടുക്കാം. അവിടെ നിന്നായിരിക്കും നമ്മൾ ബാക്കി മെഷർമെൻറ്റ്സ് ഒക്കെ എടുക്കുന്നത്. അതിനുശേഷം ടോട്ടൽ ലെങ്ത് അല്ല, നമ്മളിവിടെ പഫ് സ്ലീവ് ആണ് വെക്കുന്നത്. അതിന് പഫിന് വേണ്ടി ഒരു 3.5 ഇഞ്ച് താഴേക്ക് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ടൊരു ലൈൻ ചെയ്ത് കൊടുത്തു. ഒത്തിരി വലുതല്ല, ചെറിയൊരു പഫാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് 3.5 ഇഞ്ച്. നിങ്ങൾക്ക് എത്ര വലുപ്പം വേണം അനുസരിച്ച് നമുക്ക് മാറ്റാവുന്നതാണ്. ഇത് നമ്മൾ പഫിൻ്റെ അവിടുന്ന് നേരെ താഴേക്ക് ടോട്ടൽ ലെങ്ത് അടയാളപ്പെടുത്തുവാണ്. ഞാൻ 13 ഇഞ്ചാണ് തയ്യൽ തുമ്പ് ചേർത്ത് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഇത് മുട്ടിന് മുകളിൽ നിൽക്കുന്ന ഒരു ലെങ്ത്താണ് വരുന്നത്. ഇത് നമ്മളിതാ ഇവിടുന്ന് അതിൻ്റെ വിഡ്ത്ത് എടുക്കുവാണ്. വിഡ്ത്ത് 9.75 ആണ്. അതായത് നമ്മുടെ ആം ഹോൾ കർവ്, ചുരിദാർ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടില്ല, ആം ഹോൾ കർവ്, അതാണ് 9.75. അതിനുശേഷം ഈ 9.75 നേരെ താഴേക്ക് ഒരു 3.5 ഇഞ്ച് അടയാളപ്പെടുത്തുവാണ്. അതിൽ 30 to 40 ചെസ്റ്റ് സൈസിനൊക്കെ ഈ 3.5 ഇഞ്ച് മതിയാകും. ഇനി നമ്മളിതാ ഈ കോർണറിൽ നിന്നും നേരെ ഇങ്ങോട്ടേക്ക് ഒരു 9.25 അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതായത് നമുക്ക് 9.5 ഇഞ്ചാണ് നമ്മൾ കർവ് വരേണ്ടത്. 9.5 ഇഞ്ച് വരാനായിട്ട് നമ്മൾ 9.25 ഇഞ്ച് അടയാളപ്പെടുത്തിയാൽ മതിയാകും. വളച്ച് വരയ്ക്കുമ്പോൾ കറക്റ്റ് വരും. ഇത് നമ്മൾ മുകളിൽ നിന്ന് 1.5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് നമ്മളിപ്പോൾ അടയാളപ്പെടുത്തി 9.25 ഇഞ്ചിൻ്റെ സെൻറ്റർ പോയിൻറ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. അതിന് ശേഷം നമ്മൾ മുകളിൽ 1.5 ഇഞ്ച് അടയാളപ്പെടുത്തിയിരുന്നല്ലോ, ആ 1.5 ഇഞ്ചിൻ്റെ അവിടെ വരെ നേരെ വരയ്ക്കുക, സ്ട്രൈറ്റ് ആയിട്ട്. അതിന് ശേഷം നമ്മളിത് നമ്മുടെ കൈക്കുഴിയുടെ ഒരു രീതിയിൽ നമ്മളിതങ്ങ് കുഴിച്ച് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഇങ്ങനത്തെ ക്ലോത്ത് ആയതുകൊണ്ടാണ് വരയ്ക്കാൻ ബുദ്ധിമുട്ട്. സാധാരണ ക്ലോത്ത് ആണെങ്കിൽ ഈസി ആയിട്ട് വരച്ചെടുക്കാവുന്നതേ ഉള്ളൂ. കറക്റ്റായിട്ട് കൈക്കുഴി വെട്ടുന്ന പോലെ നമ്മൾ കുഴിച്ച് വരച്ചിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിതൊന്ന് മെഷർ ചെയ്ത് നോക്കണം. ഇത് മെഷർ ചെയ്യുമ്പോൾ നമ്മുടെ ആം ഹോൾ കർവ് ആയിട്ടുള്ള 9.75 കിട്ടണം. അപ്പോൾ നമുക്കിവിടെ 9.75 കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് ആം ഹോൾ ഒന്ന് കുഴിച്ച് വരയ്ക്കണം. മുകളിൽ നിന്ന് വളരെ ചെറുതായിട്ട് കൊണ്ടുവന്നിട്ട് നമ്മുടെ കൈക്കുഴിയുടെ കുഴിയുന്ന ഭാഗത്തെത്തുമ്പോൾ ഒരു 0.4 ഇഞ്ച് വരെ ഒന്ന് കുഴിച്ചെടുക്കാം. 1/2 ഇഞ്ച് വേണ്ട, അതിലും കുറച്ച് താഴെ ഒന്ന് കുഴിച്ച് വെട്ടിയെടുക്കാം. ഇനി നമുക്ക് സ്ലീവ് എൻഡാണ്. സ്ലീവ് എൻഡ് 5.5 ഇഞ്ചാണ് വേണ്ടത്. ഇവിടെ ഞാൻ തയ്യൽ തുമ്പ് 6.5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം 5.5 ഇഞ്ച് സ്ലീവ് എൻഡും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം തയ്യൽ തുമ്പിലേക്ക് നമ്മൾ ഈ 9.75 കർവ് കിട്ടിയതിൽ അവിടെ നിന്നും ജോയിൻ ചെയ്തു. ഇനി നമ്മൾ മുകളിൽ നിന്ന് 1 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് നേരെ നമ്മുടെ സ്ലീവ് എൻഡായ 5.5 വരച്ചു കൊടുത്തു. നമ്മുടെ തയ്യൽ തുമ്പാണ്. ഇനി ഇതാ നമ്മുടെ പഫിന് വേണ്ടിയിട്ടുള്ളത് താഴെ ചെയ്തതുപോലെ തന്നെ ഒരു 1.5 ഇഞ്ചോളം സ്ട്രെയിറ്റ് വന്നിട്ട് ബാക്കി ഇങ്ങനെ നമ്മൾ ചെരിച്ചതാ നമ്മുടെ ബാക്ക് ആം ഹോളിലേക്ക് ഇങ്ങനെ വളച്ചങ്ങ് വരച്ചു കൊടുത്തു. ഇതുപോലെ തന്നെ നിങ്ങളങ്ങ് വരച്ചെടുത്താൽ മതിയാകും. അതിനുശേഷം ഫുള്ളൊന്ന് പിൻ ചെയ്തിട്ടാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ച് നീങ്ങിപ്പോകുന്ന തുണി ആയതുകൊണ്ടാണ്. അതിന് ശേഷം നമ്മളിതാ ഫ്രണ്ട് ആം ഹോള് നിവർത്തിയിട്ടിട്ട് കുഴിച്ച് വെട്ടിയെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ആ പഫിൻ്റെ എവിടം വരെയാണ് വേണ്ടതെന്നുള്ളത് അടയാളപ്പെടുത്തിയത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അവിടം വരെ നമുക്ക് ഞൊറി വിട്ട് കൊടുക്കേണ്ടതാണ്. കട്ടിങ് കഴിഞ്ഞു. ഇനി നമുക്ക് നെക്ക് കട്ടിംഗ് ആണ്. ഞാൻ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും ഒരേപോലെ റൗണ്ട് നെക്കാണ് വെക്കുന്നത്. അപ്പോൾ ഒന്നിൻ്റെ കാണിക്കുന്നുള്ളൂ, ലെങ്ത്തിൽ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ആദ്യം 2 ക്യാൻവാസിലാണ് കട്ട് ചെയ്യുന്നത്. മടക്കിയിട്ടൊന്ന് ലൈൻ ചെയ്ത് കൊടുത്തു. ലൈനിൻ്റെ അവിടെ നിന്നാണ് ബാക്കി മെഷർമെൻറ്റ്സ് ഒക്കെ വരുന്നത്. നെക്ക് ഡിസ്റ്റൻസ് 3 ഇഞ്ചാണ് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുള്ളത്. 6 ഇഞ്ചാണ് നെക്ക് ലെങ്ത്ത് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അതിനുശേഷം ഈ സൈഡിലും ഒരു 6 ഇഞ്ച് അടയാളപ്പെടുത്താം. എന്നിട്ട് നമുക്കിതാ ഇവിടെ 3 ഇഞ്ച് കറക്റ്റായിട്ടുണ്ടോ എന്നൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കണം. എന്നിട്ട് നമുക്കിതൊരു ബോക്സ് ആക്കി മാറ്റാം. ക്യാൻവാസിൽ കട്ട് ചെയ്യുമ്പോൾ എത്ര ലെങ്ത്ത് വേണം, അതുപോലെ തന്നെ എത്ര നെക്ക് വിഡ്ത്ത് വേണം എന്നുള്ളത് കറക്റ്റ് അത് തന്നെ അടയാളപ്പെടുത്തിയാൽ മതിയാകും. ഇനി നമുക്കിതാ നമ്മുടെ ഫ്രഞ്ച് കർവ് വെച്ചിട്ട് റൗണ്ട് നെക്ക് വരച്ചെടുക്കാം. കൈകൊണ്ട് വരച്ചാലും മതി. അതിനുശേഷം 1 ഇഞ്ച് വീതം
ഇതാ ഈ റൗണ്ട് നെക്കിൽ നിന്നും 1 ഇഞ്ച് വീതം നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ആ 1 ഇഞ്ച് അടയാളപ്പെടുത്തിയതിൽ നിന്നും കറക്റ്റായിട്ട് ഒരു റൗണ്ട് കൂടി നമ്മൾ വരച്ചെടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതിൽ കാണുന്ന പോലെ തന്നെ കട്ട് ചെയ്ത് എടുത്താൽ മതിയാകും. നമ്മൾ മുകളിൽ കട്ട് ചെയ്യുമ്പോൾ ഫുള്ളായിട്ട് കട്ട് ചെയ്യില്ല, മുകളിലൊരു പടി വിട്ടിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. കണ്ടാൽ മനസ്സിലാകും. അതെന്താണെന്ന് വെച്ചാൽ നെക്ക് ഡിസ്റ്റൻസ് കറക്റ്റായിട്ട് ബിഗിനേഴ്സിന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതങ്ങ് ഇപ്പോൾ ഈ കട്ട് ചെയ്ത് വരുന്ന നേരെ അങ്ങ് കട്ട് ചെയ്ത് പോയാൽ നമുക്ക് തയ്ക്കാൻ പറ്റും. പക്ഷേ ബിഗിനേഴ്സ് ആകുമ്പോൾ നെക്ക് ഡിസ്റ്റൻസിൽ വ്യത്യാസം വരും. അപ്പോൾ നമ്മൾ പിന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ് വെക്കേണ്ട. ഇങ്ങനെ മുകളിലത്തെ ആ സംഭവം കട്ട് ചെയ്യാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നെക്ക് ഡിസ്റ്റൻസ് കറക്റ്റായിട്ട് വെക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്ക് നെക്കും കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ എഴുതി കൊടുക്കുക ബാക്ക് നെക്ക് ഏതാ ഫ്രണ്ട് നെക്ക് ഏതാ മാറി